ഭരണത്തിലിരുന്ന ഇടത് സർക്കാരിനെ പോലെ കേന്ദ്രത്തിനെതിരെ യുദ്ധം ചെയ്യാനല്ല അധികാരത്തിൽ വന്നത്. വരുന്ന ബജറ്റിൽ നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ മാത്രമേ പ്രഖ്യാപിക്കുള്ളൂവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളെ വരുന്ന സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നും വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. ജനങ്ങളിൽ നിന്നും പരമാവധി ആശയങ്ങൾ സമാഹരിക്കുന്നുണ്ട്. അതിൽ നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ സ്വീകരിക്കും. പ്രഖ്യാപിക്കുന്നവ സമയബന്ധിതമായി നടപ്പാക്കുക എന്ന വെല്ലുവിളിയും ഏറ്റെടുക്കും. തമിഴ്നാട് അതിവേഗമാണ് പദ്ധതി നടത്തിപ്പ്. ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഭരണ അനുമതി നൽകി ഡിസംബറിൽ ആരംഭിക്കാൻ കഴിയണം. എന്നാൽ ഡിസംബർ ആകുമ്പോഴാണ് പദ്ധതിയെക്കുറിച്ച് MLA-മാർ അന്വേഷിക്കുന്നത്. ഈ രീതി മാറാൻ MLA-മാർക്ക് പരിശീലനം നൽകും. കാലതാമസം കാരണം കരാറുകാർ പ്രവൃത്തികൾ ഇട്ടിട്ടു പോകുന്ന പ്രശ്നവും പരിഹരിക്കും. കൂടാതെ വിലക്കയറ്റം തടയും. വലിയ വിലക്കയറ്റമാണ് ജനം നേരിടുന്നത്. ഇന്ധനത്തിന് 1-2 രൂപ കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടപെടുകയാണ്. ഇന്ധനത്തിന് വില കുറച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയില്ല. പൊതുമേഖല പൂട്ടില്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുകയില്ല. സർക്കാരിന്റെ ലക്ഷ്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ സംസ്ഥാന ഖജനാവിന് കോടികളുടെ നഷ്ടം സംഭവിക്കുകയാണ്. നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ പരിഷ്കരിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ സൗകര്യമൊരുക്കും. കിഫ്ബിയെക്കുറിച്ച് വിശദ പഠനം വേണ്ടിവരും. പെട്ടെന്ന് കിഫ്ബി വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. വലിയ ബാധ്യതയാണ് കിഫ്ബി വരുത്തി വെച്ചിരിക്കുന്നത്. തുടരുന്ന ഒരു പദ്ധതിയെയും ബാധിക്കാത്ത തരത്തിലുള്ള നടപടികളെ സ്വീകരിക്കൂ. പൊതുമരാമത്ത് വകുപ്പിന് കാര്യക്ഷമതയില്ലെന്ന കാരണം പറഞ്ഞാണ് കിഫ്ബിയെ കഴിഞ്ഞ സർക്കാർ ഇത്രത്തോളം പിന്തുണച്ചത്. അത് ശരിയല്ല. കിഫ്ബിയെക്കുറിച്ചുള്ള കണ്ടെത്തൽ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതൊരു സ്വതന്ത്ര സാമ്രാജ്യമാണ് പ്രവർത്തിച്ചത്. കിഫ്ബിയുടെ എല്ലാ ബാധ്യതയും സർക്കാർ വഹിക്കണം. എന്നാൽ സർക്കാരിന് അവിടെ ഒരു റോളുമില്ലാത്ത സ്ഥിതിയാണ്. കേന്ദ്രത്തിനെതിരെ യുദ്ധമില്ല. ഈ സർക്കാർ വന്നത് കേന്ദ്രത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താനല്ല. ഒരു പ്രശ്നമുണ്ടായാൽ അപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ പോരെ. എല്ലാത്തിനും രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. പ്രകടന പത്രിക, നയപ്രഖ്യാപനം, ധവളപത്രം എന്നിവയുടെ തുടർച്ചയായിരിക്കും ബജറ്റ്. മാത്രമല്ല, നിക്ഷേപം വരുന്നു. ഭരണം മാറിയതോടെ ഒട്ടേറെ നിക്ഷേപകർ പ്രതീക്ഷയോടെ സമീപിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അവർക്ക് തടസ്സമുണ്ടാക്കാത്ത തരത്തിൽ എല്ലാ മേഖലയിലും ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തും. സാമ്പത്തിക പുനരുജ്ജീവനമാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. ജൂൺ 19 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കി. എറണാകുളം പൗരാവലി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖജനാവിന്റെയും സമ്പത്തിന്റെയും അവകാശം ജനങ്ങളുടേതായതിനാൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നത് ഒരു പ്രധാന ഉത്തരവാദിത്തമായിരുന്നു. വികസനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സമ്പത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടും. കേരളത്തെ തുറമുഖ വ്യോമയാന കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ നിരവധി സ്വപ്ന പദ്ധതികൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകും. കൂടാതെ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ മേഖലകളിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിൽ ഊന്നി പറഞ്ഞ സതീശൻ, വികസനം വലിയ കെട്ടിടങ്ങളുടെയും അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെയും നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും വ്യക്തമാക്കി. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പുരോഗമനപരമായ മാറ്റങ്ങളിലാണ് യഥാർത്ഥ വികസനം പ്രതിഫലിക്കുന്നത്. വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അവയെ മറികടന്ന് കേരളത്തെ പരിവർത്തനം ചെയ്യാൻ സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വിദഗ്ധരുമായി വിശദമായ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കൂ എന്നും കേരള പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ശനിയാഴ്ച വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അടിയന്തര സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡയറക്ടർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നത് ശരിയാണ്. എന്നിരുന്നാലും സർക്കാരിനുള്ളിൽ ചർച്ചകൾക്കും വിദഗ്ധരുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. കേന്ദ്രവുമായി കരാർ ഒപ്പുവെച്ച് പദ്ധതി പ്രകാരം ഫണ്ട് സ്വീകരിച്ച മുൻ ഭരണകൂടത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സർക്കാരെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. മുൻ സർക്കാർ കരാറിൽ ഒപ്പുവെച്ച് ഫണ്ട് സ്വീകരിച്ചിരുന്നു. അതിനാൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഞങ്ങൾ റിപ്പോർട്ട് പരിശോധിക്കും. അടിയന്തര തീരുമാനമെടുക്കേണ്ട അടിയന്തര സാഹചര്യമില്ലെന്നും പറഞ്ഞു. ഫണ്ട് അനുവദിക്കുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മേൽ നിബന്ധനകൾ ഏർപ്പെടുത്തരുതെന്നും പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ഫെഡറൽ തത്വങ്ങളുണ്ട്. ഫണ്ട് വിതരണം ചെയ്യുന്നതിന് സംസ്ഥാനങ്ങൾക്ക് മേൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നത് ആ തത്വങ്ങളുടെ ലംഘനത്തിന് തുല്യമാണ്. അതാണ് ഞങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.